ഞാൻ ദുബായിലായിരുന്ന സമയത്തും ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്തും കുറേയധികം ആപ്ലിക്കേഷൻസിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്ന ഒരു മേജർ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഞാൻ എൻ്റെ ഡെഡ് ലൈന് മുൻപുള്ള സമയത്ത് അറിയാതെ അതിൻ്റെ അവസാന നിമിഷം ഞാൻ വീടിൻ്റെ ഔട്ട് സൈഡിലായിരിക്കും, എനിക്ക് ലാപ്ടോപ്പിന് ആക്സസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് തുറന്ന് നമ്മുടെ CV എഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാതെ വരിക എന്നുള്ളത്. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വിക്കായിട്ട് വിത്തിൻ 5 മിനിറ്റ്സിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് CV എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അതിന് കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും നല്ലതാണെന്നും അതുപോലെ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളതുമായ കുറേ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് CV മേക്കർ റെസ്യൂമെ ബിൽഡർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഈ ആപ്പ് പ്രൊഫഷണലായിട്ട് നമ്മൾക്ക് CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ടും ക്വിക്കായിട്ടും പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആപ്പാണ്. ഇത് iOSലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ പെട്ടെന്ന് ഒരു സമയത്ത് CV പ്രിപ്പയർ ചെയ്ത് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തേത് റെസ്യൂമെ നൗ. ഇത് പ്രൊഫഷണലായിട്ട് CVകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തരും ക്വിക്കായിട്ട് തന്നെ. അതുപോലെ തന്നെ ATS ട്രാക്കിങ്ങിനെ ട്രാക്ക് ചെയ്യുന്ന കീവേഡ്സ് ഉൾപ്പെടുത്താനും സാധിക്കും. മാത്രവുമല്ല, ഇതിൻ്റെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൈറ്റിംഗ് അസിസ്റ്റൻ്റ് കൂടി ഈ ആപ്പിലുണ്ട്, കൈൻഡ് ഓഫ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മൂന്നാമത്തേത് കിക്ക് റെസ്യൂമെ. ഈ കിക്ക് റെസ്യൂമെയും അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് പ്രീ റിട്ടൺ ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സും അതുപോലെ തന്നെ കീവേഡ്സും ഉൾപ്പെടുത്തിയ നിങ്ങളുടെ ജോലിക്ക് സ്യൂട്ടബിൾ ആക്കി CV ആബ്സല്യൂട്ട് സ്യൂട്ടബിൾ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു അസിസ്റ്റൻ്റാണ് നിങ്ങളുടെ ഈ കിക്ക് റെസ്യൂമെ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. നാലാമത്തേത് മൈ പെർഫെക്റ്റ് റെസ്യൂമെ. ഈ ആപ്പും iOSലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലും നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സഹായം യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് കുറേയധികം ടെംപ്ലേറ്റുകളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ CVയെ സ്റ്റാർട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്ത് എൻഡ് വരെ ഫിനിഷ് ചെയ്ത് ക്വിക്കായിട്ട് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ജോബ് ആപ്ലിക്കേഷന് സമർപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങളിത് യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും അവസാനത്തേത് റെസ്യൂമെ ബിൽഡർ ആപ്പ്. ഇത് നിങ്ങളുടെ iOSലും ആൻഡ്രോയിഡിലും മറ്റുള്ള ആപ്ലിക്കേഷൻ പോലെ തന്നെ അവൈലബിൾ ആണ്. അതുകൂടാതെ ഇതിൻ്റെ പ്രത്യേകത, ഇതിലുമുണ്ട് ടെംപ്ലേറ്റുകളും അതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്പിയറൻസും ഒക്കെയാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. ഈ പറഞ്ഞ 5 ആപ്പും ഉപയോഗിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെയും ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ ആപ്പുകളുടെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള ആപ്ലിക്കേഷൻസ് പോലെ അല്ലാതെ ക്യാൻവ, അങ്ങനെ മൈക്രോസോഫ്റ്റ് വേർഡ്, ഇതൊക്കെ നിങ്ങളുടേതായ എഫോർട്ട് വേണം. ക്യാൻവയിൽ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസും അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽ അപ്പിയറൻസ് അപ്ഗ്രേഡ് ചെയ്യണം. അതുകൂടാതെ ATS ഫ്രണ്ട്ലി ആക്കണം, കീവേഡിന് സ്യൂട്ടബിൾ ആക്കണം. അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ നിങ്ങളത് മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഞാൻ പറഞ്ഞ 5 ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ കീവേഡ്സ്, അതായത് നിങ്ങളുടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണെന്ന് അടിച്ചു കൊടുക്കുക. ഇതൊരു ഫോം പോലെ നമ്മൾക്ക് അവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങോട്ട് ചോദിക്കും. ആദ്യം നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടേക്കുക. പിന്നീട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്വിക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ജോലിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ക്വിക്കായിട്ട് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാറ്റ്ഫോംസിനൊക്കെ തന്നെ ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ പെയ്ഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള പാക്കേജസ് ഉണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പെയ്ഡ് ആയിട്ടുള്ളതിൻ്റെ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്, ചില ടെംപ്ലേറ്റ്സ് ഒക്കെ പെയ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ടെംപ്ലേറ്റുകളൊക്കെ തന്നെ മിക്കവാറും പെയ്ഡ് ആയിരിക്കും. അതിൽ 1-2 പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുള്ള റെസ്യൂമെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 1-2 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്തായാലും ഈ 5 പ്ലാറ്റ്ഫോംസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അല്ലാതെ ചീത്ത എക്സ്പീരിയൻസ് ആണെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കമൻറ്റ് റീഡ് ചെയ്യുന്ന ആർക്കും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഒരു CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തരുതാത്തത് ഒരു CVയിൽ, അതുകൂടാതെ ലൈവായിട്ട് ഒരു ജോബ് ആപ്ലിക്കേഷന് എങ്ങനെ നമ്മൾക്ക് CV മോഡിഫൈ ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചാൻസ് ഒപ്പിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതിപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾ പോയി കണ്ടോളുക. അതിനുശേഷം നിങ്ങളുടെ CV യൂസ് ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.